എന്നിട്ട് ഇവിടെ പഠിപ്പിച്ചതിന്റെ ഒക്കെ കണക്കെടുക്കാം. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ ചേച്ചി അടിക്കാൻ കൈ ഓങ്ങിയത് ഞാൻ കണ്ടു. ഇതുവരെ ചേച്ചിയെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പലതും മനസ്സിലായി. പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിലും ഇനി മുന്നോട്ടുള്ള പോക്കിനും രാജീവ് സാർ ഇവിടെ വരണം. വന്ന് സംസാരിച്ചിട്ടേ ഇനി ഇതിലൊരു നീക്കുപോക്കുള്ളൂ. അല്ലാതെ എന്ത് ധൈര്യത്തിലാ ചേച്ചി നിങ്ങളുടെ കൂടെ അയക്കുന്നത്? അന്ന് മെന്റൽ ഹെൽത്ത് സെന്ററിൽ നടന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ഓ എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്നാ അതാ നല്ലത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു പോയാ ഒരിടത്തും ചെന്നെത്തില്ല, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങത്തുമില്ല. ആര് വന്നാലും സംസാരിച്ചാലും ഒരു പൊടിക്ക് ഇവൾ അടങ്ങണം. എന്നാലേ എന്റെ വീട്ടില് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. അതിന് നിങ്ങളും ശ്രമിക്കണം. ഇപ്പൊ കാണിക്കുന്ന ഈ പെരുമാറ്റം വെച്ചോണ്ട് നിങ്ങൾ ആ വീട്ടിൽ ഉള്ളത്തോളം കാലം ഇവക്കും രാജീവിനും അവിടെ സ്വസ്ഥമായി കഴിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയെ അമ്മാവനെ അടിച്ചിറക്കി എന്ന് തന്നെ അവനോട് പറയും ഞാൻ. വാ കൃഷ്ണൻ കുടിച്ചേട്ടാ, ഇവിടെ നിൽക്കാതെ വാ ഇങ്ങോട്ട്. ഈശ്വര, ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണുന്നത്? പരിഹാരം ഉണ്ടാവും അമ്മേ, പക്ഷേ അതിന് രാജീവ് സാർ ഇവിടെ വരണം. വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം.